സംശയമുള്ള ഒരു കാര്യമാണ്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള പാചക എണ്ണ ഏതാണ്? ശരിയായ എണ്ണ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നാണ്. വെളിച്ചെണ്ണയാണോ ഏറ്റവും നല്ലത്? ഒലിവ് ഓയിൽ സാലഡിനായി മാത്രം ഉപയോഗിക്കേണ്ടതാണോ? സൺഫ്ലവർ ഓയിൽ ഫ്രൈ ചെയ്യാൻ പറ്റുമോ? ഹൃദയാരോഗ്യത്തിൻ്റെ ഏറ്റവും പുതിയ ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ പ്രകാരം ഏറ്റവും നല്ല പാചക എണ്ണ ഏതാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. പാചക എണ്ണയുടെ തിരഞ്ഞെടുപ്പ് രുചിക്ക് മാത്രമല്ല, ഹൃദയാരോഗ്യത്തിനും കൊളസ്ട്രോളിനും ശരീരത്തിൻ്റെ നീർവീക്കത്തിനും ദീർഘകാല ആരോഗ്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും കരുതുന്നത് എന്താണ്? കൂടുതൽ സ്മോക്ക് പോയിൻ്റുള്ള എണ്ണയാണ് ഏറ്റവും നല്ലത് എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത് ആ എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിൻ്റെ തരമാണ്. ഹൃദയത്തിന് ഏറ്റവും ഗുണകരമായത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുള്ള എണ്ണകളാണ്. ഇവ ചൂടിൽ കൂടുതൽ സ്ഥിരതയുള്ളതാണ്, ഹൃദയത്തിന് നല്ലതാണ്, നല്ല കൊളസ്ട്രോൾ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. നമുക്കറിയാം 3 തരം കൊഴുപ്പുകളാണുള്ളത്. ഒന്നാമത്തേത് സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അപ്പോൾ അത് നമുക്കറിയാം വെണ്ണ, നെയ്യ്, വെളിച്ചെണ്ണ, പാം ഓയിൽ. ഈ ഓയിലുകൾ ചൂട് നന്നായി സഹിക്കും. പക്ഷേ ഇത് അധികമായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ LDL കൊളസ്ട്രോൾ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൽ ഏതൊക്കെയാണ്? ഒന്ന് സൺഫ്ലവർ ഓയിൽ, കോൺ ഓയിൽ, സോയാബീൻ ഓയിൽ. ഇവ ശരീരത്തിന് ആവശ്യമുള്ള കൊഴുപ്പുകൾ നൽകുന്നു എന്നുള്ളതാണ്. എന്നാൽ വളരെ ഉയർന്ന ചൂടിൽ കൂടുതൽ നേരം ഉപയോഗിക്കുന്നത് ഇത് അനുയോജ്യമല്ല. അതെപ്പോഴും മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ കാണുന്നത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ്. അതിന് ഉദാഹരണങ്ങൾ നമുക്കറിയാം. ഒലീവ് ഓയിൽ, പിന്നെ റാപ്സീഡ് ഓയിൽ, അവക്കാഡോ ഓയിൽ, നിലക്കടല എണ്ണ. ഇവയാണ് ദിവസേന പാചകത്തിന് ഏറ്റവും മികച്ച എണ്ണകളായി കണക്കാക്കപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഒലീവ് ഓയിൽ, റാപ്സീഡ് ഓയിൽ, അവക്കാഡോ ഓയിൽ, നിലക്കടല എണ്ണ. ഓക്കെ. അപ്പോൾ ഏത് ഓയിലാണ് ഫ്രൈ ചെയ്യാൻ ഏറ്റവും അനുയോജ്യം? വറുക്കാനും റോസ്റ്റ് ചെയ്യാനും ഏറ്റവും അനുയോജ്യം റിഫൈൻഡ് ഒലീവ് ഓയിൽ, റിഫൈൻഡ് റാപ്സീഡ് ഓയിൽ, റിഫൈൻഡ് പീനട്ട് ഓയിൽ. ഇവ ഉയർന്ന ചൂടിലും കൂടുതൽ സ്ഥിരത നൽകുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇനി ഏത് ഓയിലാണ് ചൂടാക്കാതെ വിത്തൗട്ട് ഹീറ്റിംഗ് നല്ലത്? തീർച്ചയായും ഇവയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇവ ഏറ്റവും എളുപ്പത്തിൽ നല്ലതാണ്. ഏതൊക്കെയാണ്? എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിൽ, കോൾഡ് പ്രസ്ഡ് ഓയിൽ. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സാലഡ് ഉണ്ടാക്കുമ്പം, ഡിപ്സ് ഉണ്ടാക്കാം, ഡ്രസ്സിങ്സ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വിർജിൻ ഓയിലോ കോൾഡ് പ്രസ്ഡ് ഓയിലോ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിച്ച എണ്ണ വീണ്ടും ചൂടാക്കരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിന് എന്താവും? ദോഷകരമായുള്ള ഓക്സിഡേഷൻ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളതാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഒരിക്കൽ ആരോഗ്യമുള്ള എണ്ണ ആണെങ്കിൽ പോലും നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഒരു 4 അംഗങ്ങളുള്ള വീട്ടിൽ ഒരാൾക്ക് പാചകം ഉണ്ടാകും, 1 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് അത് തന്നെ ധാരാളമാണ്. ഓക്കെ. പിന്നെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിയുന്നതും നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള പാചക രീതി ഉപയോഗിക്കുക. ഉദാഹരണത്തിന് സ്റ്റീം ചെയ്യുക, ആവിയിൽ വേവിച്ചെടുക്കുക, ഗ്രില്ലിങ്, ബേക്കിംഗ്, എയർ ഫ്രൈയിങ് തുടങ്ങിയവ ഉപയോഗിക്കുക. ഇവയിൽ എണ്ണ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടുതലുള്ള എണ്ണ തിരഞ്ഞെടുക്കുക. വറുക്കാൻ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കരുത്. സാലഡുകൾക്ക് എക്സ്ട്രാ വിർജിൻ ഓയിൽ ഉപയോഗിക്കുക. എണ്ണ വീണ്ടും ചൂടാക്കരുത്. എണ്ണ എപ്പോഴും മിതമായിട്ട് ഉപയോഗിക്കുക. ഇതാണ് അത് ഹൃദയത്തിന് ഏറ്റവും ഉപകാരപ്രദമായി നിൽക്കുക.